ഒരു കാലത്ത് പച്ചപ്പും പൂക്കളും നിറഞ്ഞു നിന്ന ഒരു മനോഹരമായൊരു വനമുണ്ടായിരുന്നു. അതിൽ താമസിച്ചിരുന്നത് ചിറകുകൾ നീളമുള്ള കൊച്ചു പ്രാണിയായ തുമ്പിയായിരുന്നു. തുമ്പിക്ക് പറക്കാനും പൂക്കളുമായി കളിക്കാനും വളരെ ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് വെള്ളത്തെ വലിയ ഭയമായിരുന്നു. പാറക്കുളം കാണുമ്പോൾ പോലും എനിക്ക് തിരിച്ചോടണമെന്ന് തോന്നും. വെള്ളത്തിലേക്ക് വീഴുമോ എന്ന് വലിയ ഭയമാണെന്ന് തുമ്പി പറഞ്ഞു. അവളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നീന്താൻ അറിയാമായിരുന്നു. പക്ഷേ തുമ്പിക്ക് അതായിരുന്നില്ല. അവൾ എന്നും വെള്ളത്തിൽ നിന്നും അകലം പാലിച്ചിരുന്നു. ഒരു ദിവസം വനത്തിൽ വലിയ ചൂട് പടർന്നു. മഴ വർഷങ്ങളായി വരുന്നില്ല. പൂക്കൾ ഉണങ്ങി. വെള്ളം ഇല്ലാതായപ്പോൾ പക്ഷികൾക്കും പ്രാണികൾക്കും ദാഹമായി. തുമ്പിയെ, ഇതിനെ തന്നെ മാറ്റാൻ ഒരാളുണ്ട്, ജലദേവി. അവളെ കാണണമെന്ന് ചുണ്ടനരി പറഞ്ഞു. തുമ്പിയും ചുണ്ടൻ കിളിയും യാത്ര തിരിക്കുന്നു. കാട്ടിലൂടെ പാറകളും കിണറുകളും കാട്ടുപാതകളൊക്കെ കടന്ന് അവർ പാറക്കുളത്തെത്തുന്നു. ജലദേവിയെ, ദയവായി നമുക്ക് മഴ കൊടുക്കാമോ? വനം ഉണങ്ങിപ്പോവുകയാണെന്ന് തുമ്പി ജലദേവതയോട് അഭ്യർത്ഥിച്ചു. മഴ നൽകാം തുമ്പിയെ, പക്ഷേ അതിനു മുമ്പ് നീ വെള്ളത്തിൽ ഒരു തുള്ളി പതിക്കണം. തനിക്കിഷ്ടമല്ലാത്തത് ഏറ്റെടുക്കുമ്പോഴാണ് മാറ്റങ്ങൾ നടക്കുന്നതെന്ന് ജലദേവത തുമ്പിയോട് പറഞ്ഞു. എനിക്ക് വലിയ ഭയമുണ്ട്, പക്ഷേ ഞാൻ വനം രക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ജലദേവതയുടെ വാക്കുകൾ തുമ്പി അനുസരിച്ചു. തുമ്പി വെള്ളത്തിനടുത്തെത്തുന്നു. അവളെ ഭയപ്പെടുത്തിയ വെള്ളത്തിലേക്ക് തുമ്പി പതിയെ നീങ്ങി. ഒടുവിൽ അവളുടെ ചെറു ചിറകുകൾ കുലുങ്ങിക്കൊണ്ട് അവൾ വെള്ളത്തിൽ ഒരു തുള്ളി പതിപ്പിച്ചു. നിനക്ക് ഭയം തോൽപ്പിക്കാനായി. ഇനി മഴ വരും എന്ന് ജലദേവത തുമ്പിക്ക് വാക്കുകൾ കൊടുത്തു. മഴ പെയ്യുന്നു. പൂക്കൾ വീണ്ടും വിരിയുന്നു. വനം ചിരിക്കുന്നു. വനം വീണ്ടും പച്ചയായി മാറുകയാണ്. പക്ഷികളെല്ലാം പാടിത്തുടങ്ങിയിരിക്കുന്നു. തുമ്പി ആഹ്ലാദത്തോടെ പറന്നു. ഇനി മുതൽ വെള്ളം എനിക്കൊരു ഭയമല്ല, അത് എൻ്റെ സ്നേഹമാണെന്ന് തുമ്പി പറഞ്ഞു. ഇത്രയും നേരം തുമ്പിയുടെ കഥ കേട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഭയങ്ങളെ നേരിട്ട് കാണുമ്പോഴാണ് നമ്മളെ വീരന്മാരാക്കി മാറ്റുന്നത്.